மாநில அரசின் பட்ஜெட் தேவிகுளம் சட்டமன்ற தொகுதிக்கு பல்வேறு வளர்ச்சி திட்டங்களுக்கு உதவியாக உள்ளது என்று தேவிகுளம் எம்எல்ஏ அட்வொகேட் ஏ ராஜா தெரிவித்துள்ளார். தொகுதியின் வளர்ச்சிக்கு 100 கோடி ரூபாய் ஒதுக்கீடு செய்யப்பட்டுள்ளது. விவசாய சுற்றுலா பகுதிகளுக்கு அதிக பணம் அனுமதிக்கப்பட்டுள்ளதாகவும் எம்எல்ஏ கூறினார். 2024-25 വർഷത്തെ ബഡ്ജറ്റ് ദേവികുളം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് വന്നിട്ടുള്ളത്. ടൂറിസം സാധ്യത ഏറെയുള്ള പ്രദേശമാണ് ദേവികുളം മണ്ഡലത്തിൽ. ആദ്യഘട്ടത്തിൽ 50 കോടി രൂപ ഗവൺമെന്റ് അനുവദിച്ചിട്ടുണ്ട് ടൂറിസം കേന്ദ്രങ്ങളുടെ വികസനത്തിന് വേണ്ടിയിട്ട്. 10 സ്ഥലത്തിൽ ഒരു സ്ഥലം മൂന്നാറായിട്ട് തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതേപോലെ ഓരോ വർഷവും ഇടുക്കി ജില്ലയ്ക്ക് പാക്കേജ് അനുവദിക്കുന്നുണ്ട്. ഈ വർഷവും ഇടുക്കി പാക്കേജിന് 75 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. മറ്റൊന്ന് നമ്മുടെ കാന്തല്ലൂരിലുള്ള പട്ടിശ്ശേരി ഡാം പണികൾ പൂർത്തീകരണത്തിന് വേണ്ടി കഴിഞ്ഞ വർഷം 13 കോടി രൂപ അധികമായി അനുവദിച്ചു തന്നു. ഈ വർഷവും ബഡ്ജറ്റിൽ 14 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അതോടൊപ്പം പട്ടിശ്ശേരി റിംഗ് റോഡ് പദ്ധതി 10 കോടി രൂപ. ഈ പദ്ധതി പൂർത്തിയാകുന്നതോടുകൂടി കാർഷിക മേഖലയായിട്ടുള്ള കാന്തല്ലൂർ പ്രദേശം മറയൂരിലേക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട് വലിയ സാധ്യതയാണ് ഉയർന്നു വരാൻ പോകുന്നത്. മറ്റൊന്ന് നിലവിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന മാങ്കുളം ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി 8 കോടി രൂപ ഈ ബഡ്ജറ്റിൽ ഗവൺമെന്റ് നിലവിൽ അനുവദിച്ചിട്ടുണ്ട്. അതേപോലെ തുടർച്ചയായിട്ട് 3-ാം വർഷവും ലയങ്ങളുടെ നവീകരണത്തിന് വേണ്ടി കഴിഞ്ഞ 2 ബഡ്ജറ്റിലും 10-20 കോടി അനുവദിച്ചു. ഈ വർഷവും 10 കോടി രൂപ തോട്ടം മേഖലയിൽ ലയങ്ങളുടെ നവീകരണത്തിന് വേണ്ടി ഗവൺമെന്റ് മാറ്റിവെച്ചിട്ടുണ്ട്. പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ് രൂപീകരിച്ചതിന്റെ ഭാഗമായി അതിന്റെ തുടർ പ്രവർത്തനം എങ്ങനെയായിരിക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് അതിന്റെ പണികൾ ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന് മൂന്നാറിലെ തോട്ടം മേഖലയിൽ ഓഫീസുകൾ തൊഴിൽ സമുച്ചയങ്ങൾക്ക് വേണ്ടിയിട്ട് 60 ലക്ഷം രൂപ ഗവൺമെന്റ് അനുവദിച്ചിട്ടുണ്ട്. വെള്ളത്തൂവൽ രാംകവല ശല്യാമ്പാറ തോട്ടാപ്പുറ റോഡ് പണി പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് 3 കോടി രൂപ ബഡ്ജറ്റിൽ അനുവദിച്ചിട്ടുണ്ട്. ഈ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ഒരു ആശുപത്രിയാണ് നെടുമ്പാശ്ശേരി താലൂക്ക് ആശുപത്രി. അപ്പൊ അവിടെ തിരക്കൊന്ന് കുറയ്ക്കണം പറഞ്ഞ ആളുകൾ കൂടുതൽ വരുന്നുണ്ട്. അപ്പൊ നേരത്തെ പ്രഖ്യാപിച്ച പദ്ധതിയാണ് അമ്മയും കുഞ്ഞും ആശുപത്രി. ആ ആശുപത്രിയുടെ പണികൾ തുടക്കം കുറിക്കുന്നതിന് വേണ്ടി ബഡ്ജറ്റിൽ 5 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. അതുപോലെ മൂന്നാറിലെ ടൗൺ വികസനവുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് പൈസ മാറ്റിവെച്ചിട്ടുണ്ട്. KSRTC നവീകരണത്തിന് വേണ്ടിയിട്ട് തുക മാറ്റിവെച്ചിട്ടുണ്ട്. ദേവികുളം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു 100 കോടിയോളം രൂപ ഈ ബഡ്ജറ്റിൽ തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ബഡ്ജറ്റിലെ പ്രഖ്യാപനങ്ങൾ കാണുന്നത്.